ഇത് അലൂമിനിയത്തിൻ്റെ പട്ടയാണ്. ഈ അലൂമിനിയത്തിൻ്റെ പട്ട ഇത്രയും തിക്നെസ്സും ഇത്രയും ഹീറ്റ് സിങ്കിൻ്റെ തന്നെ പട്ട ഞാൻ ഒരെണ്ണം മേടിച്ചിട്ട് ഒരു മൂന്നടിയോളം ഉണ്ട് ഇതിൻ്റെ ഹൈറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ അടുക്കളയിൽ വെച്ച LED ആണിത്. ഇത് അടിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അടിച്ചു പോയ LED ഇങ്ങനെയാണ് കത്തുന്നത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ 0 വാട്ട്സ് ആണ് എടുക്കുന്നത്. പവർ ഫാക്ടർ 0 ആണ്. ഈ LED സംഭവം അടിച്ചിരിക്കുകയാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കത്തിച്ച് കാണിച്ചുതരാം. ഇത് രണ്ടാമത്തെ LED. ഈ രണ്ടാമത്തെ LED ആണെന്നുണ്ടെങ്കിൽ അത്രയും കൂടെ പവറില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് കത്തുന്നുണ്ട്, അത്ര തന്നെ. ചില LEDകൾ ചെറുതായിട്ട് കത്തുന്നുണ്ട്, അല്ലാതെ വേറെ പവർ ഫാക്ടറും 0 ആണ്, പവറും 0 ആണ്. ഹായ് ഗൈസ്, ഹൈസ്റ്റോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇതേമാതിരത്തെ ഒരു LED കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അടിച്ചു പോകുന്നതെന്നൊക്കെയുള്ളതാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ഹാക്ക് ചെയ്യാൻ പോവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കിടന്നിട്ട് ഉറക്കം വന്നില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ പഴയ നമ്മുടെ റെസിസ്റ്റർ, ഈ അടിച്ചു വരുമ്പോഴത്തേക്കൊക്കെ കിട്ടുന്ന റെസിസ്റ്ററെല്ലാം കൂടെ കൂട്ടി ഒരു ഡപ്പിക്കകത്ത് ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 22 ഓംസിൻ്റെ റെസിസ്റ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ഈ സാധനത്തിൽ ആ 22 ഓംസിൻ്റെ റെസിസ്റ്റർ ഇട്ടിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നുണ്ട്, അതേമാതിരി ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടുമെന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. വേറെ കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക. ഇനി അത് മാത്രമല്ല കേട്ടോ, യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. കാരണം നമുക്ക് ഫേസ്ബുക്കിൽ ഫോളോവേഴ്സൊന്നും കൂടുന്നില്ല. അപ്പോൾ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ പലരും പറഞ്ഞിരുന്നു ഞാൻ ആ LED ബൾബിന് ഹീറ്റ് സിങ്ക് ഇടാത്തതുകൊണ്ടാണ് ലൈഫ് കിട്ടാണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് കേട്ടിരുന്നു. കുറേ കമൻറ്റുകൾ ഹീറ്റ് സിങ്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഫൈനലി റിവീൽ ചെയ്യാണ്. ഇതാണ് ഞാൻ അടുക്കളയിൽ ഇട്ടിരുന്ന ലൈറ്റ്. ഇത് കണ്ടല്ലോ, ഇത് അലൂമിനിയത്തിൻ്റെ പട്ടയാണ്. ഈ അലൂമിനിയത്തിൻ്റെ പട്ട ഇത്രയും തിക്നെസ്സും ഇത്രയും ഹീറ്റ് സിങ്കിൻ്റെ തന്നെ പട്ട ഞാൻ ഒരെണ്ണം മേടിച്ചിട്ട് ഒരു മൂന്നടിയോളം ഉണ്ട് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ 3 അടിയുടെ പട്ട മേടിച്ചിട്ട് ഇതിൻ്റെ 2 സൈഡിൽ ഓരോ ബൾബ് ആണ് ഞാൻ വെച്ചിരുന്നത് അടുക്കളയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനമാണ് ഇത്ര ഹീറ്റ് സിങ്ക് വെച്ച LED ആണ് പെട്ടെന്ന് അടിച്ചത്. അപ്പോൾ ഹീറ്റ് സിങ്കിലല്ല ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് LED ഇതിൻ്റെ ഫുൾ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. പേപ്പറും പേനയൊക്കെ എടുക്കാനുള്ളവർ എടുത്ത് വെച്ചോ, നോട്ട് ചെയ്തോ. എൻ്റെ കണക്കൂട്ടൽ തെറ്റാണെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ അറിയിച്ചാൽ മതി. ഈ LED മോഡ്യൂൾ വരുന്നത് 12 വാട്ട്സിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് 24 LED ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡാറ്റ ഷീറ്റ് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു ഒരു LED 5 വാട്ട്സ് ആണെന്ന്. അപ്പോൾ അങ്ങനെ ടോട്ടൽ കണക്കാക്കുമ്പോഴത്തേക്കും ഇത് 12 വാട്ട്സിൻ്റെ LED ആണ്. ലൈനും ന്യൂട്രോ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരെ നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ലെഗിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്ക് ഈ LEDകൾ 1 മുതൽ 24 വരെ കണക്ഷൻ വരുന്നതനുസരിച്ചൊന്ന് മാർക്ക് ചെയ്യാം. എല്ലാ LEDകളും 2 എണ്ണം വെച്ച് പാരലൽ ചെയ്തിട്ടാണ് സീരീസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആ പോസിറ്റീവ് സൈഡ് വരുന്ന ഇന്നർ മോസ്റ്റ് ഇതിലാണ്, അതായത് ഇന്നർ സൈഡിലാണ് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് നെഗറ്റീവും ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇവിടെയാണ് ഇവരുടെ ഡിസൈനിങ്ങിൽ എനിക്ക് കൗതുകം തോന്നിയത്. ഇവർ ചെയ്തിരിക്കുന്നത് ഈ LEDക്ക് സീരീസ് തന്നെയാണ് നമ്മുടെ LED ഡ്രൈവറും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ICയുടെ ഡാറ്റ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ICയുടെ പിന്നിൻ്റെ മാർക്കിങ് നമ്മൾ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICയുടെ പിൻ 1 VIN എന്ന് പറഞ്ഞ പിന്നിലേക്കുള്ള കണക്ഷൻ വരുന്നത് 15ൻ്റെയും 16ാമത്തെ LED നിന്നാണ് കണക്ഷൻ വരുന്നത്. അതേപോലെ 1ാം പിന്നിൽ നിന്ന് 3ാം പിന്നിൽ നിന്നുമാണ് 6.8 ഓംസിൻ്റെ റെസിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്നത്. ഡാറ്റ ഷീറ്റ് പ്രകാരം 5, 6, 7, 8 പിന്നുകൾ ഔട്ട്പുട്ടാണ്. അതിൽ നിന്നും ഔട്ട് നേരത്തെ പറഞ്ഞ് 30 മില്ലി ആംപിയറിൻ്റെ ഔട്ട്പുട്ട് വരുന്ന പിൻ 7th പിന്നിൽ നിന്നാണ് ബാക്കിയുള്ള LED സീരീസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ടോ മറ്റോ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ് കേട്ടോ. പലർക്കും SMD കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഈ SMD റെസിസ്റ്റർ 6.8 ഓംസിൻ്റെ SMD റെസിസ്റ്റർ നമുക്കൊന്ന് ഊരിയെടുക്കാം, ഡീസോൾഡർ ചെയ്തെടുക്കാം. അപ്പം സോൾഡറിങ് ആൻഡ് തൊടനയ്ക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലക്സ് ആണ്. ഫ്ലക്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇവർ ലെഡ് ഫ്രീ സോൾഡർ ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ഉരുകി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഫ്ലക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹീറ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡിസിപ്പേറ്റ് ചെയ്തിട്ട് ആ റെസിസ്റ്റർ ഊരിയെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്. ഈ SMD കമ്പോണൻറ്റ് സോൾഡർ ചെയ്യാനായിട്ട് സ്പെഷ്യൽ സോൾഡറിങ് അയണോ അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് എയർ സ്റ്റേഷനോ വേണമെന്നില്ല. നമ്മുടെ സാധാരണ സോൾഡറിങ് അയൺ വെച്ച് തന്നെയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ സോൾഡറിങ് അയണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലെഡ് ഇട്ട് കൊടുക്കുക. ഉരുക്കി ആ റെസിസ്റ്ററിൻ്റെ പൊക്കത്തേക്ക് നല്ല രീതിയിൽ ലെഡ് ഒന്ന് ഫ്ലോ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിൽ അത്യാവശ്യം ചൂടാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെസിസ്റ്റർ അവിടെ നിന്ന് ഊരി പോകുന്നോളും.
അതിനുശേഷം നമ്മുടെ ബോർഡ് അത്യാവശ്യം നല്ലൊരു ഈഥൈൽ ആൽക്കഹോൾ, റബ്ബിങ് ആൽക്കഹോൾ എന്നൊക്കെ പറയും, ആൽക്കഹോൾ വെച്ചിട്ട് ഒന്ന് തുടയ്ക്കുക. ആ ഫ്ലെക്സൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ 22 ഓംസിൻ്റെ റെസിസ്റ്റർ എടുത്തിട്ട് നമ്മൾ ഡീസോൾഡർ ചെയ്തെടുത്ത ചെറിയ റെസിസ്റ്ററിൻ്റെ സൈസിലേക്ക് അതിൻ്റെ കാല് രണ്ടും വളച്ചൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു ടെർമിനൽ, അതായത് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്ന ഒരു ടെർമിനൽ ആദ്യം തന്നെ പ്രീട്യൂൺ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് ജസ്റ്റ് സോൾഡറിങ് അയൺ വെച്ച് ആ ലെഡൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ റെസിസ്റ്റർ സുഖമായിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. അടുത്ത ലെഗ് പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ത്രൂ ഹോൾ കമ്പോണൻറ്റ് സോൾഡർ ചെയ്യുന്ന മാതിരി തന്നെ ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് സോൾഡർ ചെയ്ത് ഈസിലി സോൾഡർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ റെസിസ്റ്റർ നല്ല കുട്ടപ്പനായിട്ട് സോൾഡർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കണക്ഷനൊക്കെ ഒന്ന് സെക്യൂർ ആണോ എന്ന് നോക്കണം. അതുമാത്രമല്ല, ഈ റെസിസ്റ്ററിന് വലിപ്പം കൂടുതലായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വേറെ എങ്ങനെ തട്ടാതെ ഇരിക്കാനായിട്ടൊന്ന് വളച്ച് നല്ല സെറ്റാക്കി ഒന്ന് വയ്ക്കാം. അപ്പം നമ്മുടെ കണക്ഷനെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കറണ്ടിൽ കുത്തിയിട്ട് എത്ര വാട്ട്സ് എടുക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഹോപ്പി മീറ്ററിലേക്ക് നമ്മുടെ LED കുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പവർ ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4.5 വാട്ടാണ് കറണ്ട് എടുക്കുന്നത്. പവർ ഫാക്ടർ വരുന്നത് 940 പവർ ഫാക്ടർ വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 12 വാട്ടിൻ്റെ ബൾബ് വെറും 4.5 വാട്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ബൾബ് വളരെ കുറഞ്ഞ ചൂടിൽ വർക്ക് ചെയ്യുകയും ലൈഫ് കൂടാനും ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ ഫലം ശരിക്കും കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് കണ്ടോ, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്, നമ്മൾ ഷോക്ക് അടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് LED ടെസ്റ്ററിൽ നിന്നാണ് കത്തിക്കുന്നത്, അതുകൊണ്ടാണ് ഷോക്ക് അടിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ സെയിം ബൾബ് തന്നെ, നമ്മൾ ചെയ്ത് വെച്ച ബൾബ് തന്നെ LED ടെസ്റ്ററിലും കൂടെ കത്തിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും ലൈറ്റിലാണ് കത്തുന്നത്. അതുമാത്രമല്ല, നമ്മുടെ LED ടെസ്റ്ററിന് വോൾട്ടേജ് എത്രയാണ്, അതായത് ഈ LED വോൾട്ടേജ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ LED ടെസ്റ്റർ ഈ ഇതിൻ്റെ അകത്തുള്ള എംബഡഡ് IC ഉണ്ടല്ലോ, ഈ IC ഓൾറെഡി സെറ്റ് ചെയ്ത സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് വോൾട്ടേജ് റിലേറ്റ് ചെയ്ത് ആവശ്യമുള്ള വോൾട്ടേജും ജംഗ്ഷൻ ടെമ്പറേച്ചറും നോക്കിയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നുള്ള കേസ് മനസ്സിലായി. പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ രീതിയിൽ സർക്യൂട്ടിൽ ഉള്ള വ്യത്യാസം കാരണം, സർക്യൂട്ടിൻ്റെ പ്രശ്നം കാരണം നമ്മൾ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തില്ലെങ്കിൽ ഇടിവെട്ട് കൊണ്ട് ഇത് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം. ഞാൻ പറ്റാവുന്ന അത്ര റെസ്പോണ്ട് ചെയ്യാറുണ്ട്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കമൻസിന്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല. ഇനി യൂട്യൂബിൽ കാണുന്നവരും ഫേസ്ബുക്കിലുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.